സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത്, ഒരു യുവതി കൂടി അറസ്റ്റിൽ. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിടിയിലായവരുടെ എണ്ണം 3 മനുഷ്യക്കടത്തിന് പിന്നിൽ രാജ്യാന്തര സെക്സ് റാക്കറ്റുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം. പരാതിക്കാരിയെ മോഡലിംഗ് എന്ന വ്യാജേനെ വിദേശത്ത് എത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് FIR. ഇവർക്ക് പിന്നിൽ രാജ്യാന്തര സംഘമുണ്ടെന്നാണ് പോലീസ് നിഗമനം. പിടിയിലായ അലീന മുൻപും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അലീനയ്ക്ക് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നും മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം 26-നെത്തും. സംസ്ഥാനത്ത് പരക്കെ മഴ. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലും കണ്ണൂരും കാസർഗോഡുമാണ് മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 26-ാം തീയതിയോ അതിനു മുമ്പോ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാനും ഇടയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മന്ത്രിമാർക്ക് 13-ാം നമ്പർ പേടി ഒഴിവാക്കി. 13-ാം നമ്പർ കാർ സ്വീകരിക്കാൻ വിസമ്മതിച്ച മന്ത്രിമാർ. കഴിഞ്ഞ സർക്കാരിൽ P. പ്രസാദാണ് 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. പുതിയ മന്ത്രിമാർ 13-ാം നമ്പർ വേണ്ടെന്ന് പറഞ്ഞതോടെ ഇത് ഒഴിവാക്കി. മുൻപും UDF മന്ത്രിസഭയിലെ ആരും 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നില്ല. മുൻ മന്ത്രിമാരിൽ തോമസ് ഐസക്കും 2006-ലെ അച്യുതാനന്ദൻ സർക്കാരിൽ MA ബേബിയും 13-ാം നമ്പർ കാറാണ് ഉപയോഗിച്ചത്. 13-ാം നമ്പർ കാർ വേണ്ടെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നും ഈ നൂറ്റാണ്ടിലും ഇത്തരം കാര്യങ്ങൾ തുടരുന്നത് കഷ്ടമാണെന്നും മന്ത്രിയായപ്പോൾ P. പ്രസാദ് പ്രതികരിച്ചിരുന്നു. 13-ന് ജനിച്ചാൽ തിരുത്താൻ കഴിയില്ലല്ലോ എന്നും ഓണവും വിഷുവെല്ലാം ആ ദിവസം വരുമല്ലോ, 13 എന്ന സംഖ്യ കൊണ്ട് എല്ലാം തകരുമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു P. പ്രസാദ് അന്ന് പറഞ്ഞത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് മേഖല തകരും. KSRTC ബസ്സുകളിൽ അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്നും തങ്ങളെയും സർക്കാർ കേൾക്കണം എന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. നികുതി, പെർമിറ്റ് ഫീസുകളിൽ ഇളവ് തേടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. കന്നാസുമായി പോയ സ്ത്രീ ആര്? തീപിടുത്തം ആസൂത്രിതമെന്ന് പോലീസ്. പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. തീപിടുത്തം ആസൂത്രിതമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. അപകടത്തിന് മുമ്പ് ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന്റെ തെളിവ് കിട്ടിയെന്ന് പോലീസ് പറയുന്നു. ഇതാരാണെന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. വാഹനത്തിന്റെ തകരാറല്ല തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. തീപടുന്നത് എഞ്ചിനിൽ നിന്നല്ല എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ബോധ്യമായി. കാറിൽ പെട്രോളുമായി പോകവെയായിരുന്നു തീപിടുത്തമെന്നാണ് സൂചന. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.